ഒരാൾ ഒരു ദന്ത രോഗവുമായിട്ട് അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ കാണാനായിട്ട് വരുമ്പോൾ ആ ഗേറ്റിൻ്റെ കയറുമ്പോൾ തന്നെ വാതിൽ കയറുമ്പോൾ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ടെൻഷനാണ്. ആ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടെൻഷനായിട്ടായിരിക്കും അവർ വരിക. അതായത് ഒരു വേദന എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അതിനെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന, അതിനെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. രണ്ടാമത്തെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണോ എൻ്റെ വായിൽ പ്രശ്നം, ക്യാൻസറാണോ, അത് ഭയങ്കര ഒരു അൺനോൺ ഫിയറാണ്. അത് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ വിഷയം വെച്ചാൽ എന്താണാവോ ഡോക്ടർ ചെയ്യാൻ വേണ്ട. പല്ല് പറിക്കുന്നതിനെ പറ്റി കുറേ ചിന്തകളുണ്ട്, പല്ല് അടയ്ക്കുന്നതിനെ പറ്റി കുറേ ചിന്തയുണ്ട്, പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര പുളിപ്പാന്നൊക്കെ ഉള്ള അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകളുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നൊന്നും അറിയാത്ത അതിൻ്റെ കുറേ ടെൻഷൻസ്. നാലാമത്തെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര രൂപയാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഡോക്ടറുടെ അടുത്ത് പോയി നിങ്ങളിരിക്കുന്നത്, അല്ലേ? ഈ ഡോക്ടർ പറയണതിൻ്റെ ഒരു 10 കാര്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർമാർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, പലതും നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് പരാതി. 10 കാര്യം പറഞ്ഞാൽ അതിനകത്ത് 1-2 ഓർമ്മയുണ്ടാവുള്ളൂ. ഇതുമായിട്ട് പിന്നെ പിറ്റേ ദിവസം ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞില്ല, ഒന്നും ഓർമ്മയില്ല. ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് മാനസികാവസ്ഥയിലൂടെയാണ് ഡെൻ്റൽ ചെയറിൽ നിങ്ങൾ ഇരിക്കണേ, അല്ലേ? അല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ഇരുന്ന് കിടന്നുറങ്ങണവരുണ്ട്. നിങ്ങൾ ഏത് ടൈപ്പാണെന്നൊന്ന് പറയണം കേട്ടോ. നേരത്തെ ഞാൻ ഒരു 4ാമത്തെ കൂട്ടരെ പറഞ്ഞു, ഈ പേഷ്യൻറ്റിൻ്റെ കൂടെ പോകുന്നവർ, അവർക്കൊരു സ്ട്രെസ്സും ഇല്ല. ചിലവരൊക്കെ ഉണ്ടല്ലോ, ചിലർ ഭയങ്കര സപ്പോർട്ടീവായിരിക്കും. അതായത് ഇപ്പോൾ ചില ഭർത്താക്കന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭർത്താക്കന്മാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് ആ പേഷ്യൻറ്റിൻ്റെ പല്ലിനെ നമുക്ക് ഒന്ന് ചിലപ്പോൾ നമുക്ക് പറിച്ചു കളയേണ്ടി വരും. ആയിക്കോട്ടെ ഡോക്ടറെ, അങ്ങനെ പറയും. ആയിക്കോട്ടെ, വേണമെങ്കിൽ മരയിപ്പിക്കാണ്ട് തന്നെ പറിച്ചോ എന്ന് പറയണ ഭർത്താക്കന്മാർ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റൂട്ട് കനാൽ എന്ത് ചെയ്തോ എന്ന് പറയുന്നവരുണ്ട്. ചിലർ എല്ലാത്തിനെയും സംശയത്തോടെ കാണും. ചിലർ അപ്പോൾ അവർക്കൊന്നും ഒരു സ്ട്രെസ്സും ഇല്ല. പക്ഷേ അവരുടെ നേരത്തെ പറഞ്ഞില്ല, ഒരു സ്ട്രെസ് എപ്പോഴും ഉണ്ടാവും, എത്ര രൂപയാവും എന്നുള്ളത്. ഇതറിയാനുള്ള അവകാശം പേഷ്യൻറ്റിനുണ്ട് കേട്ടോ. ഇതറിയാനുള്ള അവകാശം പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർക്കും പേയ്മെൻറ്റ് ചെയ്യണവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ട്രീറ്റ്മെൻറ്റിൻ്റെ എസ്റ്റിമേറ്റ് ട്രീറ്റ്മെൻറ്റിന് മുമ്പേ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങളുടെ ഒരു അവകാശമാണ്. ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എത്ര ടെൻഷൻ ഇല്ലാതിരുന്നാലും പൈസയുടെ ടെൻഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടിയാണ് ട്രീറ്റ്മെൻറ്റിന് സമ്മതിക്കാവും. അത് ഒരുപാട് കൺഫ്യൂഷൻസിൻ്റെ അവസാനിപ്പിക്കും. അത് ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. നിങ്ങൾ പലർക്കും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഡോക്ടർ ഒരു ബില്ലാണ് തരുമ്പോൾ ആ ഡോക്ടറോട് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും, ചെയ്തതിന് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഒരു 6th സെൻസ് ഉണ്ട്, അത് വെച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും ഇത്രയാവോ ഇതിന്. അപ്പോൾ ഇതൊക്കെ വരുന്ന അവിടെ നിന്നാണ്, നേരത്തെ ഒരു എഗ്രിമെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ എഗ്രിമെൻ്റാണ് നമുക്ക് ആവശ്യം. അത് പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അതേസമയം റൈറ്റ് കൂടിയാണ്. ചോദിക്കാമെന്നുള്ള റെസ്പോൺസിബിലിറ്റിയും അത് ഡോക്ടർ പറയാമെന്നുള്ളത് നിയമപരമായിട്ടുള്ള ഒരു ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റി, അതോടൊപ്പം തന്നെ രോഗിയുടെ അവകാശം കൂടിയാണ്. ഇത് നമ്മൾ ഓർത്തിരിക്കുക. ഒരുപാട് നല്ല റിലേഷൻഷിപ്പുകൾ ഈ ഒരു വിഷയത്തിൽ മാത്രം തകർന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്താൽ ആ ഡോക്ടറുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും.